തൃശൂർ ലോക്സഭാ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇത്തവണ ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള BJP MP ആണ് സുരേഷ് ഗോപി. 74,686 വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് തൃശൂർ ജനത സമ്മാനിച്ചത്. 2019 സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിയായപ്പോൾ നേടിയതിനേക്കാൾ 1,18,000 വോട്ട് അധികം നേടിയാണ് സുരേഷ് ഗോപി ഇത്തവണ വിജയം സ്വന്തമാക്കിയത്. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും ഒരു കേന്ദ്രമന്ത്രിക്കായുള്ള വോട്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം നരേന്ദ്രമോദി മുതൽ BJPയുടെ താഴെത്തട്ടിലെ നേതാക്കൾ വരെ ഉറപ്പ് നൽകിയിരുന്നത് സുരേഷ് ഗോപി MP ആയാൽ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും എന്നാണ്. എന്നാൽ കേന്ദ്ര ക്യാബിനറ്റ് പദവി ഇത്തവണ സുരേഷ് ഗോപിക്കില്ല. സഹമന്ത്രി പദവി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. പക്ഷേ ഈ അവസരത്തിൽ കഴിഞ്ഞ 6 വർഷത്തോളം രാജ്യസഭാംഗമായിരുന്ന സുരേഷ് ഗോപിയുടെ രാജ്യസഭാംഗം എന്ന നിലയിലുള്ള പ്രോഗ്രസ് കാർഡാണ് നമ്മൾ പരിശോധിക്കുന്നത്. സുരേഷ് ഗോപി 2016 മുതൽ 2022 വരെ രാജ്യസഭാംഗമായിരുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു രാജ്യസഭാംഗമായിരുന്നു സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി ഫണ്ട് വിനിയോഗത്തിൽ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി എന്ന രാജ്യസഭാംഗത്തിന് 22 കോടി രൂപയാണ് അനുവദിച്ച് കിട്ടിയത് എന്നാണ് MP ലാഡ്സിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നത്. ഈ 22 കോടി രൂപയിൽ 4.56 കോടി രൂപ ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞ ഒരു രാജ്യസഭാ MP ആണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി സ്വയം അവകാശപ്പെടുന്നത് താൻ രാജ്യസഭാംഗമായിരുന്നപ്പോൾ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് എന്നാണ്. പക്ഷേ കേരളത്തിലെ പല ലോക്സഭാ MP-മാർ പാഴാക്കിയതിനേക്കാൾ കൂടുതൽ തുകയാണ് സുരേഷ് ഗോപി എന്ന രാജ്യസഭാ MP പാഴാക്കിയതെന്നാണ് MP ലാഡ്സിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നത്. ഇനി പാർലമെന്റിലെ സുരേഷ് ഗോപിയുടെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഹാജർ നില പരിശോധിക്കാം. ഹാജർ നിലയിൽ സുരേഷ് ഗോപി ശരാശരിയിലും താഴെ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 79% ഹാജറാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഹാജർ നില വെറും 74% മാത്രമാണ്. സുരേഷ് ഗോപി ഒരു തിരക്കിട്ട സിനിമാ താരം കൂടിയായതുകൊണ്ട് ഹാജർ കുറയുന്നത് സ്വാഭാവികമാണെന്ന് കരുതാം. പക്ഷെ ചോദ്യങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. 74% സമയവും സഭയിലുണ്ടായിരുന്ന സുരേഷ് ഗോപി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി. സുരേഷ് ഗോപി ആകെ ചോദിച്ചത് 6 വർഷത്തിനിടെ 23 ചോദ്യങ്ങൾ മാത്രമാണ്. അതായത് സുരേഷ് ഗോപി ഒരു വർഷം 4 ചോദ്യങ്ങൾ തികച്ചു ചോദിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. PRS India പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഓരോ MP-യും എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മുതൽ ഏത് ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഈ കണക്കുകളിൽ നിന്നും ഓടി ഒളിക്കാനാവില്ല. സുരേഷ് ഗോപി 23 ചോദ്യങ്ങൾ ചോദിച്ചതിൽ കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വെറും 3 എണ്ണം മാത്രമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലെ രാജ്യസഭാംഗങ്ങളുടെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 298 ആണ്. അതായത് ദേശീയ ശരാശരിയുടെ പകുതി ചോദ്യങ്ങൾ പോലും സുരേഷ് ഗോപി പാർലമെന്റിൽ ചോദിച്ചിട്ടില്ല. ഇനി പാർലമെന്റിലെ ചർച്ചകളിൽ സുരേഷ് ഗോപി സജീവമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്നാണ് ഉത്തരം. ദേശീയ ശരാശരി 105 ചർച്ചകളാണ് എങ്കിൽ സുരേഷ് ഗോപി പങ്കെടുത്തത് വെറും 50 ചർച്ചകളിൽ മാത്രമാണ്. ഈ 50 ചർച്ചകളിൽ വെറും 3 ചർച്ചകൾ മാത്രമാണ് കേരളവുമായി ബന്ധപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം. കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പോലും സജീവമായി ഇടപെടാത്ത ഒരു രാജ്യസഭാംഗമായിരുന്നു സുരേഷ് ഗോപി എന്നതാണ് വസ്തുത. ഇനി ഒരു പാർലമെന്റ് അംഗത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അയാൾ അവതരിപ്പിക്കുന്ന പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ അഥവാ സ്വകാര്യ ബില്ലുകളിലൂടെയാണ്. ആ സ്വകാര്യ ബില്ലുകളുടെ കാര്യത്തിൽ സുരേഷ് ഗോപി ഒരു സംപൂജ്യനാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സ്വകാര്യ ബിൽ, ഒരു പ്രൈവറ്റ് ബിൽ പോലും പാർലമെന്റിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടില്ല. ഇതിൽ ദേശീയ ശരാശരി 1.2 ആണ് എന്നതാണ് വസ്തുത. അപ്പോൾ അവിടെയും ശരാശരിയിൽ താഴെ പ്രകടനമാണ് സുരേഷ് ഗോപി കാഴ്ചവച്ചിരിക്കുന്നത്. ഈ സുരേഷ് ഗോപി 6 വർഷം രാജ്യസഭാംഗമായിരിക്കാൻ അവസരം ലഭിച്ച
അതും ഭരണകക്ഷിയുടെ രാജ്യസഭാംഗമായി ഇരിക്കാൻ അവസരം ലഭിച്ച സുരേഷ് ഗോപി തനിക്ക് ലഭിച്ച 22 കോടി രൂപയിൽ 4.56 കോടി രൂപ പാഴാക്കി എന്ന് മാത്രമല്ല, കൃത്യമായി ചർച്ചകളിൽ പങ്കെടുക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. ഈ വസ്തുതകൾ എല്ലാം മുമ്പിലുള്ളപ്പോഴും തൃശ്ശൂർ ജനത എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോഴാണ് കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച ചർച്ചയാകേണ്ടത്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തെത്തിയ TN പ്രതാപനേക്കാൾ 1 ലക്ഷത്തിലേറെ വോട്ട് കുറവാണ് ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കെ മുരളീധരന് ലഭിച്ചത്. TN പ്രതാപനേക്കാൾ തലപ്പൊക്കമുള്ള കോൺഗ്രസ് നേതാവായിട്ടുകൂടി കെ മുരളീധരന് ലഭിച്ചത് വെറും 3 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ്. അതായത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട 1 ലക്ഷത്തിലേറെ വോട്ടുകൾ അതുപോലെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന ഇത്തവണ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കോൺഗ്രസ് സുരേഷ് ഗോപിക്ക് നൽകിയ വോട്ടുകളാണ് സുരേഷ് ഗോപിയെ ഇത്തവണ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചത്. എന്നാൽ CPM-ന്റെയും CPI-യുടെയും വോട്ട് വിഹിതം, ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തവണത്തേക്കാൾ തൃശ്ശൂരിൽ 16,000-ലേറെ വോട്ട് വർദ്ധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ടുകളാണ് ഇത്തവണ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാജ്യസഭാംഗം എന്ന നിലയിൽ ഇത്ര മോശം പ്രകടനം കാഴ്ചവെച്ച സുരേഷ് ഗോപി ഒരു സഹമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് യാഥാർത്ഥ്യം.